വെൽക്കം ടു വേൾഡ് മാലോ. 2024 ഓഗസ്റ്റ് 1 PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച PSC നടത്തിയിട്ടുള്ള മത്സര പരീക്ഷകളുടെ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റ്. 1780 ജനുവരി 29 ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് 1780 ജനുവരി 29 ആരംഭിച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി. ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നായിരുന്നു. ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് കൽക്കട്ട ജനറൽ അഡ്വൈസർ. ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ. ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രം നവജീവൻ. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രം ഏതാണ്? ദ മദ്രാസ് മെയിലാണ്. 1868 ആരംഭിക്കുന്നത്. ഹരിജൻ പത്രത്തിന്റെ പത്രാധിപൻ ഗാന്ധിജിയായിരുന്നു. 1933 ആരംഭിക്കുന്നത്. ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി. ബോംബെ സമാചാർ. ബോംബെ സമാചാർ പത്രം ആരംഭിച്ചത് ഫർദുൻജി മുറാസ്ബാൻ. ഫർദുൻജി മുറാസ്ബാൻ ആണ് ബോംബെ സമാചാർ എന്ന പത്രം ആരംഭിച്ചത്. 1821 ബംഗാളി ഭാഷയിലുള്ള സംബാദ് കൗമുദി. 1822 പേർഷ്യൻ ഭാഷയിലുള്ള മിറാത്ത് ഉൽ അക്ബർ എന്നീ 2 പത്രങ്ങളും പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 1821 ബംഗാളി ഭാഷയിലുള്ള സംബാദ് കൗമുദിയും 1822 പേർഷ്യൻ ഭാഷയിലുള്ള മിറാത്ത് ഉൽ അക്ബർ എന്ന പത്രവും പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ്? ഭാഗം 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 2 പൗരത്വത്തെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ പ്രതിപാദിക്കുന്നു. ഭാഗം 2 ആർട്ടിക്കിൾ 5 തൊട്ട് 11 വരെ പൗരത്വത്തെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു. ഭാഗം 1 ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു. ഭാഗം 4 എന്തിനെയാണ് പ്രതിപാദിക്കുന്നത്? മാർഗനിർദ്ദേശങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. ഭാഗം 4 മാർഗനിർദ്ദേശങ്ങളെ പ്രതിപാദിക്കുന്നു. അയർലാൻഡിൽ നിന്നാണ് നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നുമാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തു. 2022 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. 2022 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 6 തൊട്ട് 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റി. ഇത് ഏതിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 21A പ്രതിപാദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 1964 ജൂലൈ 14
കോത്താരി കമ്മീഷൻ രൂപീകരിച്ചു? രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ 1964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ രൂപീകരിച്ചു. അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാമാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. എന്നാണ്? 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി ഏതായിരുന്നു? സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെടുന്നത് സ്വരാജ് പാർട്ടിയിലാണ്. സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതായിരുന്നു? ഗയ സമ്മേളനമായിരുന്നു. 1922 ഗയ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഗയ സമ്മേളനത്തിലായിരുന്നു സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ് ആയിരുന്നു സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്. ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. 1929 ലാഹോർ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് ആണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം ഏതാണ്? മാൻഡമസ് ആണ്. ഒരു വ്യക്തിയോ സ്ഥാപനമോ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പ്രയോഗിക്കാവുന്ന റിട്ട് അധികാരം മാൻഡമസ്. വി കമാൻഡ് അഥവാ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. ആകെ എത്ര റിട്ടുകളുണ്ട്? 5 റിട്ടുകളുണ്ട്. എന്താണ് ഹേബിയസ് കോർപ്പസ് റിട്ട്? നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയെങ്കിലും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയെങ്കിലും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കുവാൻ നിർദ്ദേശിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കൂ എന്നാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം എന്താ? ശരീരം ഹാജരാക്കൂ. പ്രൊഹിബിഷൻ, അടുത്ത പ്രൊഹിബിഷൻ ആണ്. ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ തടയുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അടുത്ത റിട്ട് സെർഷ്യോററി. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിനെയാണ് സെർഷ്യോററി റിട്ട് എന്ന് പറയുന്നത്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. അടുത്ത റിട്ട് കോവാറന്റോ ആണ്. കോവാറന്റോ. ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞുകിടക്കുന്നതായി പ്രഖ്യാപിക്കപ്പെടുകയോ ചെയ്യുന്ന റിട്ടാണ് കോവാറന്റോ. ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹമില്ലാത്ത ഉദ്യോഗം വഹിക്കുകയാണെങ്കിൽ അത് തടയുകയോ പ്രസ്തുത ഉദ്യോഗം ഒഴിഞ്ഞുകിടക്കുകയായി പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന റിട്ടാണ് കോവാറന്റോ. ഭരണഘടന ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. ഭരണഘടന ആർട്ടിക്കിൾ 22 പ്രകാരം ആരാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്? സുപ്രീം കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. അടുത്ത ചോദ്യം, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി വാരിസെല്ല വൈറസ് ആണ് ചിക്കൻ പോക്സ് പരത്തുന്നത്. 5-ാം പനി, മുണ്ടിനീര്,
റുബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെ MMR വാക്സിൻ ഉപയോഗിക്കുന്നു. അഞ്ചാം പനി, മുണ്ടിനീര്, റുബെല്ല എന്നീ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? MMR വാക്സിൻ. പക്ഷിപ്പനി പടർത്തുന്ന വൈറസ് ഏതാണ്? H5N1 ആണ് പക്ഷിപ്പനി പടർത്തുന്ന വൈറസ്. പന്നിപ്പനി പടർത്തുന്നത് H1N1 വൈറസ് ആണ്. മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാത രോഗം. മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന ഒരു ന്യൂറോളജിക്കൽ സിൻഡ്രോമാണ് മീനമാത രോഗം. വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ എയ്ഡ്സ്, പേവിഷബാധ, സാഴ്സ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ്, മുണ്ടിനീര്, ഡെങ്കിപ്പനി ഇതൊക്കെ വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ്. പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് മലമ്പനി, കലാ അസർ തുടങ്ങിയവ. പ്രോട്ടോസോവകൾ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് മലമ്പനി, കാലാ അസർ തുടങ്ങിയവ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? ന്യൂമോണിയ, ഡിഫ്തീരിയ, കുഷ്ഠം, ടൈഫോയിഡ്, ടെറ്റനസ്, എലിപ്പനി, വില്ലൻ ചുമ, ക്ഷയം, പ്ലേഗ്, കോളറ, സിഫിലിസ് ഇതെല്ലാം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ്. ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള BCG വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് കാൽമറ്റും കാമിൽ ഗ്വെറിനും. ക്ഷയരോഗ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള BCG വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് കാൽമറ്റും കാമിൽ ഗ്വെറിനും. ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.